ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യഷ്കൾ ആർട്ട് സ്റ്റുഡിയോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സർക്കിൾ ഷേപ്പിലുള്ളൊരു പെൻഡൻ്റ് ഉണ്ടാക്കി അതിന് നല്ലൊരു ഡിസൈൻ കൊടുത്തു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് പെയിൻറ്റിംഗ് ആണ്. ഏതൊക്കെ കളറാണ് ഞാൻ കൊടുക്കാൻ പോണതെന്ന് ഞാനിപ്പോൾ പറയാം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ പെയിൻറ്റിങ്ങിനായിട്ട് ഞാനിവിടെ 5 കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് റെഡ് കളർ, ബ്ലാക്ക്, പേർപ്പിൾ ആൻഡ് യെല്ലോ ആൻഡ് ഗോൾഡൻ. അപ്പോൾ ബേസ് ചെയ്യാനായിട്ട് നമ്മളിപ്പോഴും ബ്ലാക്കാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഗോൾഡൻ കളർ ഞാൻ യൂസ് ചെയ്യുന്നത് ബീഡ്സിന് വേണ്ടിയിട്ടാണ്. ബീഡ്സിനും പിന്നെ ചെറിയ ഡിസൈനും ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബ്രഷ് ആവശ്യമുണ്ട്. പിന്നെ ഒരു ടൂൾ ഞാനിവിടെ ബോൾഡർ ടൂൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഡിസൈനിൽ പെയിൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ പെയിൻറ്റിങ് തുടങ്ങാം. അപ്പോൾ ബേസ് കോട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ബ്ലാക്കിലാണ് തുടങ്ങുക. ബ്ലാക്കിൽ ബേസ് ചെയ്തതിന് ശേഷമാണ് ബാക്കി കളേഴ്സ് ആഡ് ചെയ്യുക. അപ്പോഴാണ് ഒരു ഭംഗി കിട്ടുക പെയിൻറ്റിങ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ നമുക്ക് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ബേസ് കളർ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഓരോ ഡിസൈനിൻ്റെ ഉള്ളിൽ ഏതൊക്കെ കളേഴ്സ് മാച്ച് ആവും നോക്കിയിട്ട് കളേഴ്സ് ആഡ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ കോർണർ സൈഡ് ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ഞാൻ യെല്ലോ കളറാണ് ആഡ് ചെയ്യുന്നത്. ഇതേപോലെ സ്പ്രെഡ് ആവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഡ്രൈ ബ്രഷ് എടുത്തിട്ട് പതുക്കെ ആ സൈഡിലോട്ടൊന്ന് മുട്ടിച്ചു കൊടുക്കുകയാണ്. ഇതേപോലെ ഇനി ഓരോ സൈഡിലും യെല്ലോ കളേഴ്സ് ഫില്ല് ചെയ്ത് തരാം. അപ്പോൾ യെല്ലോ കളേഴ്സ് ഫുള്ളും ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി യെല്ലോന് ചുറ്റുള്ള ഡിസൈനിൽ കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ യെല്ലോന് എപ്പോഴും കുറച്ചുകൂടെ മാച്ചായിട്ടുള്ള കളർ എപ്പോഴും പേർപ്പിൾ, വയലറ്റ് ആ ഒരു കളേഴ്സാണ്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് പേർപ്പിൾ കളറ് യെല്ലോയ്ക്ക് മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പേർപ്പിൾ കളേഴ്സ് ഫുൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ റെഡ് കളേഴ്സ് ഫില്ല് ചെയ്യാം.
അപ്പോൾ ട്രയാങ്കിളിന് വേണ്ടിയിട്ട് റെഡ് കളർ ഫുൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ ട്രയാങ്കിളിൻ്റെ ഉള്ളിലെ നോഡിന് യെല്ലോ കളർ വെച്ച് ഫില്ല് ചെയ്യാം. കളർ ചെയ്തതിന് ശേഷം കളർ ഉണങ്ങി വരുമ്പോൾ ഒരു ഡൾ ഫീലിംഗ് ആണ് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോട്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ബ്രൈറ്റനായി കിട്ടും. ഇനി ഞാൻ സർക്കിളിൻ്റെ ഉള്ളിൽ ഗോൾഡൻ ഷെയ്ഡാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ബോർഡർ ഫുള്ളും ഗോൾഡൻ കളറിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ആ സർക്കിളിൻ്റെ ഉള്ളിൽ റെഡ് കളർ ഫില്ല് ചെയ്യും. അടുത്തതായിട്ട് ഫ്ലവറിന് ചുറ്റും ഞാൻ പേർപ്പിൾ കളർ വീണ്ടും ആഡ് ചെയ്യാണ്. അതേപോലെ ഫ്ലവറിൻ്റെ പെറ്റൽസിന് റെഡ് കളേഴ്സും ഫില്ല് ചെയ്യാം. പെറ്റൽസിന് റെഡ് കളർ കൊടുത്തതിന് ശേഷം ഫസ്റ്റ് റൗണ്ടിൻ്റെ ഉള്ളിൽ യെല്ലോ കളറും സെക്കൻഡ് റൗണ്ടിൻ്റെ ഉള്ളിൽ ഗോൾഡൻ കളറാണ് ഞാൻ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഫുൾ പെയിൻറ്റിങ് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. ആ ഫ്ലവറിന് ചുറ്റും ഞാനൊരു ഗോൾഡൻ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഏതെങ്കിലും കളർ എക്സ്ട്രാ ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ ആഡ് ചെയ്യാം. അതുപോലെ ഏതെങ്കിലും കളർ സബ്സ്റ്റിറ്റ്യൂട്ട് വെക്കണമെന്ന് വെച്ചാലും അത് കളറിൻ്റെ ആ ഒരു കോമ്പിനേഷൻ അനുസരിച്ച് ചൂസ് ചെയ്ത് പെയിൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിന് ചുറ്റും ഞാൻ വൈറ്റ് സ്റ്റോൺസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെച്ച് കൊടുക്കാം. അത് ഞാൻ ഫ്ലവറിൻ്റെ ആ പെറ്റൽസിൻ്റെ ഇടയിലാണ് വെച്ച് കൊടുക്കാൻ നോക്കുന്നത്. അപ്പോൾ ഞാൻ സ്റ്റോൺസ് ഫുൾ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. ഇനി വേണ്ടത് ഇത് കോർത്തെടുക്കുക എന്നുള്ളതാണ്. അതിന് മുന്നായിട്ട് ഈ പെൻഡൻറ്റ് ഫുള്ളൊന്ന് വാർണിഷ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഗ്ലോസി ഫിനിഷിൻ്റെ വാർണിഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്.
അപ്പോൾ ഇതെല്ലാം ഒന്ന് ഉണങ്ങിയതിന് ശേഷം കോർക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പെൻഡൻ്റ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.